ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു കട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടൊരു മെത്തേഡാണ് കാണിക്കുന്നത്. സാധാരണ കട്ട് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും വെച്ചിട്ട് കരിയിച്ചിട്ടൊക്കെ ആയിരിക്കും. അതിന് പകരം നമ്മൾ കട്ട് ചെയ്തിട്ട് തുന്നി കൊടുക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വരച്ചു കൊടുത്തിട്ടുള്ള ഷേപ്പിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിൽ 2 ത്രെഡാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വരച്ചു കൊടുത്ത ഭാഗത്തിൽ കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് തുന്നി കൊടുക്കാം. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ എങ്ങനെയാണ് സ്റ്റിച്ച് കൊണ്ടുപോയി നിർത്തുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെ കൂടി ഇതേപോലെ സൂചി കടത്തിയിട്ടിട്ട് അവിടെ ഒരു നോട്ട് കൊടുക്കുക. 1-2 നോട്ടുകൾ കൊടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് വലിച്ചു വിട്ടിട്ടൊരു നോട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന നൂലൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഈ ഒരു ഷേപ്പ് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഭാഗത്ത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കട്ട് ചെയ്യാനുള്ള ഭാഗം ഒന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നൂല് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് കുറച്ച് വണ്ണം കുറഞ്ഞ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കട്ടിയിൽ കൊടുത്താലൊരു ഭംഗി ഉണ്ടാവില്ല. എവിടെ നിന്നാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ ഇതേപോലെ കുത്തിയെടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കണ്ടോ, ഇപ്പം ഞാൻ എടുത്തില്ലേ ആ ഒരു സ്റ്റിച്ച്, അത് നേരെ താഴേക്ക് കൊടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാതെ അവിടെ നിന്ന് തന്നെ കുത്തിയിട്ട് ഇപ്പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മേൽഭാഗത്ത് മാത്രമാണ് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത്, താഴെ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതും ഇതേ ഭാഗത്തു നിന്ന് തന്നെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഒരു 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ താഴെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് കാണില്ല. ഇനി അവിടുന്ന് തന്നെ ഒന്ന് സൂചി ഇതേപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഈ ഡ്രസ്സിന് കുളത്തൊക്കെ തുന്നുമ്പോൾ അത് കുളത്തിടാനായിട്ടൊരു ഇതുണ്ടാവില്ലേ, അതുപോലെ ചുറ്റി കൊടുക്കുക. അതുപോലെ ചെയ്യാനായിട്ട് ഈ ഒരു നൂലിങ്ങനെ മുഴുവനായിട്ട് ചുറ്റി കൊടുക്കുക. നൂല് ചുറ്റുമ്പോൾ ലൂസായിട്ട് ചുറ്റരുത്, നന്നായിട്ട് വലിച്ചിട്ട് നല്ല ഉറപ്പില്ല, ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. മറ്റേ കൈ വെച്ചിട്ട് നമ്മൾ നൂല് അഡ്ജസ്റ്റ് ചെയ്യുക, ഗ്യാപ്പ് വരാത്ത രീതിയിൽ. അതിൽ ഒരു നൂലിൻ്റെ മേലെ മറ്റേ നൂല് വരാത്ത രീതിയിൽ വിരൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഇനി നമ്മളിത് ആ ഭാഗം ഫിനിഷ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ താഴെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഒരു ഭാഗം ഇവിടെ കാണാനേ ഇല്ല അല്ലേ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് മുമ്പത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെ കൂടി നൂല് കടത്തി വിട്ടിട്ട് ഒരു നോട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ എവിടെയൊക്കെയാണോ കൊടുക്കേണ്ടത് അതേപോലെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. സെയിം രീതിയിൽ തന്നെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു 4 പാർട്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 പാർട്ടാക്കിയിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ക്ലോത്ത് ചെറിയ കത്രികയോ അല്ല ഇതുപോലത്തെ നൂല് കട്ട് ചെയ്യുന്നതോ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ സാധാരണ കട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ചന്ദനത്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് കത്തിച്ച് പുകച്ചിട്ട് ഈ ഭാഗം ഒന്ന് കരിയിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം കറക്റ്റായിട്ട് വരുമെന്ന് അറിയില്ല. കാരണം ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ഉരുകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കാളും ബെറ്റർ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു വലിയ കത്രികയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറിയ പാർട്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നൂലുകളിലൊന്നും തട്ടാതെ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ താഴെ ആ സ്റ്റിച്ച് വരാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഏകദേശമൊക്കെ കട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് തുന്നുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നൂലെടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് 1 നൂലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ആ ഔട്ട്ലൈനും കൂടെ കൂട്ടിയിട്ടാണ് തുന്നുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത ആ ഒരു എഡ്ജൊക്കെ ഉള്ളിലേക്ക് മടങ്ങി നിൽക്കും. അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്തതെന്ന് അറിയേയില്ല. സാധാ ഒരു സ്റ്റിച്ച് അത് കവർ ചെയ്തിട്ടുള്ളൊരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ള നൂലുകളൊന്നും കട്ടാവാതെ നോക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. എല്ലാ നൂല് വെച്ചും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു നൂല് തന്നെ വേണമെന്നില്ല, നോർമൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന നൂലായാലും മതി. പിന്നെ ഇത് അധികം ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളറുള്ള നൂലുണ്ടല്ലോ, സരി ത്രെഡ് എന്നൊക്കെ പറയും, അത് വെച്ചിട്ടാണ് അധികം കട്ട് വർക്കൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത് ജോയിൻ്റ് ആകുന്ന ഈ ഭാഗത്ത് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെയും തുന്നി കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ അപ്പുറത്തൂടെ തുന്നുക. ഈ ഒരു നൂലെടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് തുന്നി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ഷേപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇതേ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഔട്ട്ലൈന് കവർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കട്ട് വർക്ക് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. നമുക്ക് വേണ്ട ഷേപ്പുകളൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.